ഇന്ത്യയെ കാര്യമില്ലാതെ ഉപദ്രവിച്ചപ്പോൾ സ്വപ്നത്തിൽ പോലും പാകിസ്ഥാൻ കരുതിയിരുന്നില്ല തിരിച്ചടി ഇത്രയും ഭയാനകമാകുമെന്നും. രാജ്യത്തെ കാത്തിരിക്കുന്നത് കടുത്ത ദാരിദ്ര്യം കൂടിയാണെന്നും കരുതിയില്ല. കടം കയറി ആകെ നട്ടം തിരിയുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ. കഴിഞ്ഞ ദിവസമാണ് തങ്ങളുടെ ദേശീയ എയർലൈൻസ് വിൽപ്പന നടത്തിയത്. വരുമാനം വർദ്ധിപ്പിക്കുകയും വിദേശ നാണയം എത്തിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഇപ്പോഴിതാ മദ്യം കയറ്റുമതി ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് പാകിസ്ഥാൻ. ഇസ്ലാമിക രാഷ്ട്രമായ പാകിസ്ഥാൻ പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് വീണ്ടും ലോകത്തിന് മദ്യം വിൽക്കാൻ ഒരുങ്ങുന്നത്. നിലവിൽ പാകിസ്ഥാനിൽ മദ്യ വിൽപ്പനയ്ക്കും ഉപയോഗത്തിനും കടുത്ത നിയന്ത്രണമുണ്ട്. മുസ്ലിങ്ങൾ അല്ലാത്തവർക്ക് മാത്രമാണ് നിബന്ധനകളോടെ മദ്യം വാങ്ങാൻ അനുമതി. അതേസമയം വിദേശത്തേക്ക് മദ്യമൊഴുക്കി വരുമാനം നേടാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ. 50 വർഷത്തിലേറെ നീണ്ട നിരോധനമാണ് നീക്കിയത്. പാകിസ്ഥാനിലെ മദ്യ കമ്പനിയായ മാരി ബ്രൂവറിക്ക് വിദേശത്തേക്ക് മദ്യം കയറ്റുമതി ചെയ്യാൻ അനുമതി നൽകിയിരിക്കുകയാണ്. പാകിസ്ഥാനിൽ മദ്യം വിൽക്കുന്നതിനും വാങ്ങുന്നതിനും ഉപയോഗിക്കുന്നതിനും നിലവിൽ നിരവധി നിയന്ത്രണങ്ങളാണ്. റാവൽപിണ്ടി ഫാക്ടറിയിൽ മദ്യ ഉൽപാദനം ആരംഭിച്ചുവെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 1860 ബ്രിട്ടീഷ് ഇന്ത്യയിൽ സൈനികരെ സേവിക്കുന്നതിനായാണ് മുരി ബ്രൂവറി സ്ഥാപിച്ചത്. പാകിസ്ഥാൻ ഒരു പ്രത്യേക രാജ്യമായതിനു ശേഷം സുൽഫിക്കർ ഭൂട്ടോയുടെ ഭരണകാലത്ത് കർശനമായ മദ്യ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കി. എങ്കിലും ഈ കർശനമായ നിയന്ത്രണങ്ങൾക്കിടയിലും കമ്പനി പാകിസ്ഥാനിൽ പ്രവർത്തനം തുടരുന്നുണ്ടായിരുന്നു. കുടുംബത്തിലെ 3ാം തലമുറയിൽപ്പെട്ട ഇസ്ഫന്യാർ ഭണ്ഡാരിയാണ് മാരി ബ്രൂവറിയുടെ ഉടമ. മുൻ പാകിസ്ഥാൻ MP ആയ ഇസ്ഫന്യാർ പാഴ്സി സമൂഹത്തിൽ നിന്നുള്ള ആളാണ്. പാകിസ്ഥാൻ രാഷ്ട്രീയത്തിലും ബിസിനസ്സിലും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് കാര്യമായ സ്വാധീനമുണ്ട്. കയറ്റുമതി അനുമതി ലഭിക്കുന്നത് കമ്പനിക്ക് വലിയ സന്തോഷമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്റെ മുത്തച്ഛനും അച്ഛനും കയറ്റുമതി ലൈസൻസിനായി ശ്രമിച്ചു, പക്ഷെ അത് ലഭിച്ചിരുന്നില്ല. വർഷങ്ങളോളം ലോബിയങ്ങും കയറ്റുമതിയും നിരോധവും നീക്കാനുള്ള ശ്രമങ്ങൾക്ക് ശേഷം ഇപ്പോൾ അത് വിജയിച്ചു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. പാകിസ്ഥാനിലെ ആർമി ചീഫ് അസീം മുനീറിന്റെ വീടിനടുത്താണ് മാരി ബ്രൂവറി ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. പുതിയ വിപണികൾ കണ്ടെത്തി ആഗോളതലത്തിൽ സ്വയം സ്ഥാപിക്കുക എന്നതാണ് തന്റെ ഇപ്പോഴത്തെ ലക്ഷ്യമെന്നാണ് ഭണ്ഡാരി പറയുന്നത്. പാകിസ്ഥാനിലെ ഏറ്റവും പഴക്കമേറിയതും വലുതുമായ മദ്യ കമ്പനിയാണിത്. ബിയർ, വിസ്കി, വോഡ്ക, ജ്യൂസ് എന്നിവ ഉൾപ്പെടെ വിവിധതരം പാനീയങ്ങൾ കമ്പനി ഉത്പാദിപ്പിക്കുന്നു. എന്തായാലും മദ്യത്തിലൂടെയെങ്കിലും കടുത്ത ദാരിദ്ര്യത്തിൽ നിന്നും രക്ഷപ്പെടാനാകും എന്ന ഒരു വഴിതേടിയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്.